Hi my dear students, welcome to Bosco Campus Station. This is Asha SP from PG Department of Commerce. So we are on the next lecture of Income Tax 1 Practice. We are dealing with the computation of total income of individuals. So let's look into the question. നമ്മുടെ question ഇങ്ങനെയാണ്. Mr. Hassan is a government employee working in Ernakulam. Government employee. He gives the following details. Leave salary salary 20,000 per month, leave salary surrendered 24,000, entertainment allowance for 8 months 8,000, life insurance premium deducted from salary 1,000, house rent allowance 1,000 per month. He has been provided with a small car for his official use. Running expense of the car paid by the government amount to 5,000 per month including driver's salary. Interest on savings bank account with cooperative bank 4,000. Interest on national plan certificate 2,000. He has a house which has been occupied by his brother-in-law for rent, free of rent. The annual letting value of the house according to municipal value is 40,000. He paid municipal tax 1,000 and professional tax 3,000 during the year. Life insurance premium paid by Mr. Hassan for wife 3,000. During the year, he received 45,000 interest on debentures of a company not listed. So, this is the question. അപ്പോൾ നമുക്ക് computation of total income of individuals in ഒരു question കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? First of all, അയാൾ ഏത് എംപ്ലോയി ആണെന്ന് നോക്കണം. whether he is a government employee or non-government employee. Here, he is a government employee. പിന്നെ നോക്കേണ്ടത് അയാൾ എവിടെയാണ് താമസിക്കുന്നത്. അയാൾ എറണാകുളത്താണ് താമസിക്കുന്നത്. ദെൻ ഇവിടെ ഈ ക്വസ്റ്റനിൽ എത്ര ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്? ഇവിടെ നമുക്ക് മൊത്തം 2 ഹെഡ് ഓഫ് ഇൻകമേ ഉള്ളൂ. ഒന്ന് ഇൻകം ഫ്രം സാലറിയും ഒന്ന് ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ അപ്പൊ നിങ്ങൾ നോക്കും, ഒരു ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടല്ലോ. പക്ഷേ നോക്കോ, he has a house which was occupied by his brother-in-law. അയാളുടെ ഹൗസ് അയാളുടെ ബ്രദർ-ഇൻ-ലോയ്ക്ക് കൊടുത്തത്, ബട്ട് ഫ്രീ ഓഫ് റെന്റ് ആണ്. അപ്പോൾ അത് ലെറ്റ് ഔട്ട് ഹൗസ് അല്ല. നമുക്ക് ലെറ്റ് ഔട്ട് ഹൗസിൽ അത് കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ഐറ്റം എവിടെ എടുക്കത്തില്ല? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഐറ്റം ആയിട്ട് വരാം. ആദ്യം നമ്മൾ എഴുതി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെന്റ് ഇയർ 2020-21. ഫസ്റ്റ് വൺ is income from salary 20,000 into 12, 2,40,000. Leave salary surrendered 24,000. Entertainment allowance 8,000. ഇനി ഹൗസ് റെന്റ് അലവൻസ് ₹1,000 per month. ഹൗസ് റെന്റ് അലവൻസിൽ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എംപ്ലോയി ലിവിംഗ് ഓൺ ഹൗസും എംപ്ലോയി ലിവിംഗ് ഇൻ റെന്റഡ് ഹൗസും. റെന്റഡ് ഹൗസ് ആണെങ്കിൽ ഇവിടെ റെന്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിരിക്കും. ഇവിടെ റെന്റിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? എംപ്ലോയി ലിവിംഗ് ഇൻ ഓൺ ഹൗസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. എംപ്ലോയീസ് ലിവിംഗ് ഇൻ ഓൺ ഹൗസ് ആണെങ്കിൽ HRA is fully taxable. So 1,000 into 12, 12,000. ഡൗട്ട് ഉണ്ടെങ്കിൽ HRAയുടെ പോർഷൻ എടുത്ത് നോക്കിയാൽ മതി. Then car. If the car is used for official purpose ആണെങ്കിൽ nothing is taxable. Both purpose-ന്റെ കേസ് ആണ് നമ്മൾ large car, small car എന്ന് പഠിച്ചത്. If the car is used for official purpose ആണെങ്കിൽ nothing is taxable. ഇനി നമുക്ക് അവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ? ആ പെർട്ടിക്കുലർ ഐറ്റത്തിൽ ഇല്ല. ഒരു പ്രൊഫഷണൽ ടാക്സ് മാത്രമേ വരുന്നുള്ളൂ. സോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് 2,84,000 കിട്ടും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16. There is a standard deduction 40,000. There is a professional tax 3,000 and there is an entertainment allowance of 5,000. അപ്പോൾ ഇവിടെ എന്റർടൈൻമെന്റ് അലവൻസ് ഇയാൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ, ഇയാൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നമുക്കറിയാം entertainment allowance is deductible only for government employees. അപ്പോൾ നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. entertainment allowance നമുക്ക് 3 ലിസ്റ്റ് കാറ്റഗറി ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 5,000, ആക്ച്വൽ എമൗണ്ട് 8,000, then 1/5 ഓഫ് സാലറി. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്നത് 2,40,000 1/5 48,000. ഇതിൽ ഏതാണ് ചെറുത്? 5,000. സോ 5,000 നമ്മൾ എഴുതി. അതിന് നമുക്ക് ഡിഡക്ഷൻ കിട്ടും. സോ 2,36,000. അപ്പൊ അത്രയാകുമ്പോൾ നമ്മുടെ സാലറിയുടെ ഹെഡ് തീർന്നു. Then comes income from other source. Income from other source നമുക്ക് രണ്ട് ഐറ്റം ഉണ്ട്. Interest on bank deposit 4,000, then interest on debentures. Interest on debentures he received 45,000 എന്നാണ് കൊടുത്തേക്കുന്നത്. That means അതൊരു ഗ്രോസ് എമൗണ്ട് ആണ്. ഗ്രോസ് എമൗണ്ടിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? നെറ്റ് എമൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഗ്രോസ് എമൗണ്ട് എന്ന് പറയുന്നത് 45,000 ആണ്. അതിനെ നമ്മൾ നെറ്റ് എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഗ്രോസ് എമൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ 45,000 into 100/90 50,000.
സോ അപ്പൊ നമുക്ക് ഇത്രയും കൂടെ ആഡ് ചെയ്യാൻ പോകും. അതായത് രണ്ട് ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഐ മീൻ ഇൻകം ഫ്രം അതർ സോഴ്സും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,90,000 കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻ ഉണ്ട് സെക്ഷൻ 80C ഉണ്ട്, അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയവും. ഇനി ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് വിത്ത് എ കോപ്പറേറ്റീവ് ബാങ്ക്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡിഡക്ഷൻസ് ഉണ്ട്, 80Cയും 80TTA. 80TT എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ്. സോ അത് നമുക്ക് 10,000 വരെ ഡിഡക്ട് ചെയ്യാം. ബട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ 4,000 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4,000 10,000 വരെ ഡിഡക്ട് ചെയ്യാം. സോ 4,000 ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ട് ഡിഡക്ഷൻ ഉണ്ട്. ആ രണ്ട് ഡിഡക്ഷനും ഇതിൽ നിന്ന് കുറയ്ക്കും, നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. അപ്പോൾ ഇതോടുകൂടി ഞാൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസിന്റെ പോർഷൻ നിർത്തുകയാണ്. സോ ഇനി ഒത്തിരി പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. ദിസ് ഇസ് ആശയ എസ് പി ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.